മോർണിംഗ്. എന്റെ പേര് സിന്ധു. ഇതിലെ കുറച്ച് ആൾക്കാർക്ക് എന്നെ അറിയാം, അറിയാത്ത കുറച്ച് പുതിയ മുഖങ്ങൾ ഇന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ തൃക്കാക്കരയിൽ താമസിക്കുന്നു. ഞാൻ ഒരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിലേറെയായി. എന്നെ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ യൂനുസ് സാറാണ്, കളമശ്ശേരി യൂനുസ് സാറാണ്. ആദ്യമായിട്ട് യൂനുസ് സാറിനാണ് നന്ദി പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ഫാമിലിയിലേക്ക് ഞാനും കൂടി എത്താൻ കാരണം സാറും കൂടിയാണ്. അതുപോലെ ഒരുപാട് പേര് സാറിന്റെ ഇതിലെത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് വിജയിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ നമ്മളെ ഇങ്ങനെ ഒരു അവസരം തന്നത്, അതായത് എല്ലാവരും ഹെൽത്തിന്റെ കാര്യത്തിലും വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരു വീട്ടില് 5 പേരുണ്ടെങ്കിൽ ആ 5 പേരില് ഏകദേശം 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കും അസുഖങ്ങളാണ്. അപ്പോ നമ്മളും അങ്ങനെ ഒരു നാളിൽ കഴിഞ്ഞു പോയിരുന്ന ആൾക്കാരാണ്. പല അസുഖങ്ങളുണ്ട്. ഇതൊന്നും കുറെയൊക്കെ മരുന്ന് മേടിക്കും, കുറെയൊക്കെ എല്ലാവരും ഇത് നമ്മുടെ വിധിയാണ്, നമുക്ക് പ്രായമായി എന്നൊക്കെ ഓർത്ത് കഴിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇന്ന് ഈ എനർജിയോടുകൂടി 50 വയസ്സ് കഴിഞ്ഞു എങ്കിലും അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞു എന്നിട്ടും ഈ 25 വയസ്സിന്റെ ചുറുചുറുക്കോട് കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ നമ്മളെ പ്രാപ്തനാക്കിയത് നമ്മുടെ സാഗർ ജോഷി സാറാണ്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതുപോലെ സാഗർ ജോഷി സാറിനോട് എന്നും നന്ദിയുണ്ട്. നമ്മൾക്ക് ആരോഗ്യം കിട്ടിയതുപോലെ തന്നെ നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും കയ്യിൽ വന്ന ഒരു കാര്യം കൂടിയുണ്ട്, നല്ലൊരു വെൽത്ത്. ഞാനും അത് നേടി നല്ലൊരു അച്ചീവ്മെന്റ് എടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കും അതിലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ഒരു മാസം കൊണ്ട് കിട്ടുന്ന പൈസ ഒരു ആഴ്ച കൊണ്ട് നേടിയെടുത്ത ഒരാളാണ്. അതിൽ കൂടുതലുള്ള പൈസ ഒരാഴ്ച കൊണ്ട് നേടിയ ഒരാളാണ്. അതില് ഞാൻ ഇന്നും സന്തോഷിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്തിട്ടാണ് നമ്മൾ ആ പൈസ നമ്മൾ വാങ്ങിച്ചെടുത്തത് എന്നുള്ളത്. ഈ നമ്മൾക്ക് കിട്ടിയ, നമ്മള് ഇത് വാങ്ങിച്ചത് കുറെ റിസൾട്ടുകൾ കണ്ടതിന് ശേഷമാണ്. പല പ്രാവശ്യം ആലോചിച്ചാണ്, ഓരോരുത്തരുടെയും റിസൾട്ടുകൾ കേട്ടും കണ്ടും എല്ലാമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. എന്നാൽ ഇതൊന്നും അറിയുന്ന ഒരു കാലത്തിന് മുമ്പ്, ഒരു റിസൾട്ടോ ഒന്നും കേൾക്കുന്ന ഒരു കാലത്തിന് മുമ്പ് ഇത് നമ്മുടെ ഈ കേരളത്തിൽ വാങ്ങി ഉപയോഗിച്ച് ഹെൽത്തും വെൽത്തും എടുത്ത് 10 മാസം കൊണ്ട് 1 കോടിയിലധികം രൂപ സ്വന്തമാക്കിയ, അതുപോലെ ഈ 3 വർഷം കൊണ്ട് 3 കോടിയിലധികം രൂപ സ്വന്തമാക്കിയ ഒരാളാണ് നമ്മുടെ മനോജ് സാറ്. സാറ് ഈ ഇതിലേക്ക് വന്നിട്ട് ഒരാൾക്ക് സാറിന് പൈസ കിട്ടി, സന്തോഷമായി, സാറിന്റെ ഫാമിലി ഒരു സെറ്റായി എന്നുള്ളത് വിചാരിക്കാതെ നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റിലേക്ക് നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും നല്ലൊരു നിലയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആ ഒരു നല്ല മനസ്സിനുള്ളത് കൊണ്ടാണ് ഈ ഒരു KBC എന്ന് പറഞ്ഞ ഒരു സൂം പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമുക്ക് തുടങ്ങി തന്നത്. അതില് കേറുന്ന ഓരോരുത്തരും ഇന്നും വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി തന്ന് നമ്മളെ കൈപിടിച്ച് എന്നും മുന്നോട്ട് നടത്തുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് മനോജ് സാറ്. സാറ് ഡയറക്റ്റ് സെല്ലിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അതിൽ നമ്മൾക്ക് എങ്ങനെ വലിയൊരു വിജയം കരസ്ഥമാക്കാമെന്നും നമ്മൾക്ക് പറഞ്ഞു തരാൻ സാറാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. സാറിനെ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനോജ് സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്.
സിന്ധു മാഡം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ പുതുമുഖങ്ങളില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇതിനകത്ത് ഇരിക്കുന്ന. പലരും നേരിട്ട് കാണും. നേരിട്ട് കാണാത്തവർ എന്നെ സൂമിലൂടെ കാണുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ സൂമിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോട് കൂടിയിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ ഓരോ ദിവസത്തെ 24 മണിക്കൂറും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പരമാവധി സമയവും ബയോടൂറിയത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ഈ ഇൻഡസ്ട്രിയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സമൂഹത്തിനും ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പ്രോഗ്രാമിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളെ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ രാവിലെ കൊച്ചുവെളുപ്പിന് നല്ല സുഖമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എത്രയോ വർഷങ്ങൾ നമ്മൾ ഉറങ്ങിയപ്പോഴും നമുക്ക് നേടാൻ സാധിച്ചത് ആരോഗ്യമില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും കടബാധ്യതകളും മാത്രമാണ്. എന്നാൽ കുറച്ചു സമയം നമ്മൾ ഉറങ്ങാതെ 1-2 മണിക്കൂർ നേരത്തേക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പഠിപ്പിക്കാനും തയ്യാറാണെങ്കിൽ വലിയ ജീവിത മാറ്റം, ജീവിതത്തിൽ വലിയ പുരോഗതി നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളിലേക്ക്, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ലോകം അംഗീകരിക്കപ്പെട്ട ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരൊന്നും ഇപ്പൊ ഇതിനകത്തേക്ക് കയറി വരില്ല. കാരണം അവരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. കാരണം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നല്ല ഉറക്കം കിട്ടും, നല്ല അസുഖങ്ങളൊക്കെ മാറും. പക്ഷെ ഈ രാവിലെ സുപ്രഭാതത്തിൽ 6 മണിക്ക് ഇതിനകത്ത് കയറിയിരിക്കുന്നവർക്ക് ആരോഗ്യത്തിനേക്കാൾ വളരെ പ്രധാനം അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്, ഒരു സാമ്പത്തിക ഉന്നമനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രഭാതങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ആകാംക്ഷയോടെ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് ഈ സുപ്രഭാതങ്ങളിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ശരിയായ പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ റൂട്ട് കറക്റ്റ് ആണോ എന്നുള്ളതാണ്. നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലേ, നമ്മുടെ രമേശൻ സാറൊക്കെ പറയും പോലെ തെങ്ങിന്റെ മുകളിൽ കയറിക്കോ തേങ്ങ പറിച്ചോ എന്ന് പറയുമ്പോൾ തെങ്ങിന്റെ മുകളിൽ കയറുമ്പോൾ ആ തെങ്ങിന്റെ മുകളിൽ തേങ്ങയുണ്ടോ നോക്കാതെ വേഗം സാധനങ്ങളൊക്കെ എടുത്തിട്ട് തെങ്ങിന്റെ മുകളിലോട്ട് കയറിയിട്ട് അവസാനം അതിന്റെ മുകളിൽ തേങ്ങയില്ലെങ്കിൽ തേങ്ങ കിട്ടുമോ? കയറിയത് വെറുതെ ബാക്കിയാവും അല്ലേ, നമ്മുടെ അധ്വാനം ബാക്കിയാവും അല്ലേ. അപ്പൊ തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങ പറിച്ചെടുക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? മുകളിലോട്ട് നോക്കണം, അതിന്റെ മുകളിൽ തേങ്ങയുണ്ടോ എന്ന്. യെസ്, തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കയറാം. അതുപോലെയാണ് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോ ഇത് ഇവിടെ നിലനിൽക്കുന്ന ഇൻഡസ്ട്രി ആണോ? എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നു? ഇത് നിലനിൽക്കുന്ന ഇൻഡസ്ട്രി ആണോ? ഇതിന് സാധ്യതയുണ്ടോ? ഇതിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി സാധിക്കുമോ? ഇതിനു മുമ്പേ നേടിയവരാരെങ്കിലും ഉണ്ടോ? ഇതെങ്ങനെ നേടണം? ഇത് എത്ര കാലം ഉണ്ടാകും? ഇത് റൈറ്റ് ബിസിനസ് ആണോ? റൈറ്റ് ടൈമിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് റൈറ്റ് ബിസിനസ് ആണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. കാരണം നമ്മൾ 100 വട്ടം ചിന്തിക്കണം. കാരണം നമ്മുടെ ലൈഫാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ജീവിതം ഒറ്റ തവണയുള്ളൂ. വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മൾ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാൻ എന്ന് പറയും. അപ്പൊ നമ്മളെല്ലാം തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗ് വിജയിക്കുന്ന ഇൻഡസ്ട്രി ആണോ? ഇത് ലീഗൽ ഇൻഡസ്ട്രി ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുത്തത്? ഏതോ നിങ്ങളുടെ കൂട്ടുകാർ വന്ന് പറഞ്ഞു ഈ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് ബോഡിക്കൊക്കെ ആശ്വാസമുണ്ട്, അസുഖത്തിനൊക്കെ കുറവുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തതാണോ? അല്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഇതിന്റെ സാധ്യതകൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന വേൾഡിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഡസ്ട്രി. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത അമേരിക്കയിലാണ്, നമുക്കറിയാം. 900കളിൽ സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ ഇന്ത്യയിലേക്ക് ആംബയുടെ രൂപത്തിലും അതേപോലെ തന്നെ പല പല കമ്പനിയുടെ രൂപത്തിലും ഒക്കെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വന്നു സക്സസ്ഫുൾ ആയിട്ട് ഇന്നും പല രാജ്യങ്ങളിലും അതിശക്തമായിട്ട് ആ തുടക്കം മുതൽ വന്ന കമ്പനികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് എന്താണ് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് പല പല സിസ്റ്റങ്ങളുണ്ട് ഇല്ലേ? കടകളിൽ ചെന്ന് വാങ്ങുക, ഒരു ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ കടകളിൽ ചെന്ന് വാങ്ങുന്നത് ട്രഡീഷണൽ സിസ്റ്റമാണ്. ആ കടക്കാരന് എവിടെ നിന്ന് കിട്ടുന്നു? അതിന് തൊട്ട് മുകളിലുള്ള ഹോൾസെയിലുകാരന് കിട്ടുന്നു. ഹോൾസെയിലുകാരന് എവിടെ നിന്ന് കിട്ടുന്നു? അതിന്റെ മുകളിലുള്ള ഡിസ്ട്രിക്ട് സ്റ്റോക്സിന് കിട്ടുന്നു. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? അതിന്റെ മുകളിലുള്ള CNF ഏജന്റിന് കിട്ടുന്നു. അതിന്റെ അകത്ത് എവിടെ നിന്ന് കിട്ടുന്നു? അതിന്റെ മുകളിലുള്ള നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടുന്നു. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സോണൽ ബേസും നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിയൊക്കെ ഉണ്ടാവും. ഇതിലൂടെ ഈ പ്രോപ്പർ ചാനലിലൂടെയാണ് ഒരു ഉൽപ്പന്നം കൈമാറി നമ്മളിലേക്ക് എത്തുന്ന എല്ലാവർക്കും അറിയാം. ഒരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം? ബ്രെയിൻ വാഷ് ചെയ്യണം അല്ലെ? നിങ്ങളെ ബ്രെയിനിലേക്ക് അത് അടിച്ചേൽപ്പിക്കണം. ഒരു പുതിയ ഉൽപ്പന്നം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ബ്രെയിനിലേക്ക് ആ ഉൽപ്പന്നത്തെ അടിച്ചേൽപ്പിക്കുന്നത്? അതിന് പരസ്യം വേണം അല്ലെ? TV-യിലൂടെ ഉണ്ടാകും, പത്രങ്ങളിലൂടെ ഉണ്ടാകും, മറ്റു വാർത്താ ചാനലുകളിലൂടെയുള്ള പരസ്യം ഉണ്ടാവും. അതിന് ആര് വേണം? സെലിബ്രിറ്റീസ് വേണം. ഇതെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കടയിൽ പോകുന്നു, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഇന്ന് അതിൽ നിന്ന് മാറി കട മാറിയിട്ട് നമ്മളെല്ലാം ഇപ്പൊ എന്തായിരിക്കുന്നു? മാളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലെ? വലിയ മാളുകളിൽ പോകുമ്പോൾ അവിടെ A to Z തുണി മുതൽ അല്ലെ, ടെക്സ്റ്റൈൽ ഐറ്റംസ് മുതൽ, ചെരുപ്പ് മുതൽ, ബ്യൂട്ടി കെയർ മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന സംവിധാനമാണ് മാൾ സംവിധാനം എന്ന് പറയുന്നത്. ആ മാൾ സംവിധാനവും ഇപ്പൊ മാറാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അത് മാറിയിട്ടിപ്പോ എല്ലാം ഓൺലൈനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഇല്ലേ, പല വെബ്സൈറ്റുകൾ നമുക്ക് പരിശോധിച്ച് ഏറ്റവും വിലക്കുറവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഓഫറുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ബിസിനസ് രീതികൾ വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്ത് ട്രെൻഡ് മാറിയാലും ഇനി ഏറ്റവും കൂടുതൽ സാധ്യത വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെയെല്ലാം നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടുപോയിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അവിടുന്ന് വരുമാനം ഇങ്ങോട്ട് കിട്ടില്ല. സാധനം കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. പക്ഷേ ഡയറക്ട് സെല്ലിങ്ങിലൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ കമ്പനിയുടെ ഇ-കൊമേഴ്സ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഏത് ഉൽപ്പന്നവും നമുക്ക് ഇനി വാങ്ങുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പോവാണ് കമ്പനി. അങ്ങനെ ഏത് ഉൽപ്പന്നങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറി ആയാലും ടെക്സ്റ്റൈൽ ആയാലും ബ്യൂട്ടി കെയർ ആയാലും എന്ത് വാങ്ങാനും വാങ്ങുമ്പോഴും അതുപോലെ നമ്മുടെ ടീമിലുള്ള ആളുകൾ വാങ്ങിക്കുമ്പോഴും അവരെ കൊണ്ട് നമ്മൾ വാങ്ങിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് നല്ല ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു കസ്റ്റമർ ഡാറ്റ ബിൽഡ് ചെയ്തുകൊണ്ട് അവരെല്ലാം വാങ്ങുമ്പോൾ വരുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ ഒരിക്കലും വാങ്ങുമ്പോൾ വരുമാനം കിട്ടില്ല. വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് ചെലവാകും, അതിനുള്ള ഉൽപ്പന്നങ്ങളെ കിട്ടുള്ളൂ അല്ലെ? ഇവിടെ വാങ്ങുമ്പോൾ വരുമാനം കിട്ടാനുള്ള സാധ്യത, അത് നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം അംഗീകരിച്ച പ്രൂവ് ചെയ്ത ഇനി ഏറ്റവും സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാലം മാറിയപ്പോ ഇപ്പൊ AI കാലഘട്ടമാണ് അല്ലെ? AI പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. AI വന്നതോട് കൂടിയിട്ട് അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അതിന്റെ ഫുൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള അല്ലെ സംവിധാനങ്ങള് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കീഴടക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അത് വന്നതോട് കൂടിയിട്ട് ഇനി തൊഴിൽ മേഖലകൾ മുഴുവൻ നഷ്ടപ്പെടാൻ വേണ്ടി പോവാ. അധ്യാപകർ വേണ്ട, ഡോക്ടേഴ്സ് വേണ്ട, കാർ ഓടിക്കാൻ ഡ്രൈവർമാർ വേണ്ട, ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ സകല സമസ്ത മേഖലകളിലും ജോലി നഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളിനി വരുന്ന കുട്ടികളൊക്കെ വളർന്നു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മളൊക്കെ ഇച്ചിരി പ്രായമുള്ള ആളാണ്. നമ്മളെ കൊച്ചു കുട്ടികൾ, പേരക്കുട്ടികളൊക്കെ വളർന്നു വരുന്നത് ഇനി ജോലി ഇല്ലാത്ത കിട്ടാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു സമൂഹത്തിലേക്കാണ്, ഒരു ലോകത്തേക്കാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. എല്ലാം AI കീഴടക്കും. ഇനി ഒരു സംശയം വേണ്ട, ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സ്, ഒരു കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ അല്ലെ കോടാനുകോടി രൂപ ചെലവാക്കണം. കോടാനുകോടി. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഒരു MBBS പഠിക്കുന്ന കുട്ടിയായിട്ട് പരിചയപ്പെട്ടു. ആ കുട്ടി തന്നെ എന്നെ ഇങ്ങോട്ട് പറയാം, സാറേ ഞങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ എന്റെ കാർഡ് എടുത്ത് കൊടുത്തു ആ കുട്ടിക്ക്. ആലുവയിലാണ് കുട്ടിയുടെ വീട്, പാവപ്പെട്ട കുട്ടിയാണ്, മെറിറ്റിൽ കിട്ടിയതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മനസ്സിലായ? കാരണം AI ഇങ്ങനെ ആവാൻ തുടങ്ങി അവർക്ക് ഡോക്ടേഴ്സിന്റെ എണ്ണം കുറയും സ്വാഭാവികമായിട്ടും. രോഗം എന്താണെന്ന് കൃത്യമായിട്ട്
ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഐക്ക് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും സർജറി വേണമെങ്കിലും വളരെ കൃത്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെ ഇങ്ങനെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ പോലും എയുടെ കടന്നുകയറ്റം ഇൻ ഫ്യൂച്ചറിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും അത് നമ്മളെ കുട്ടികളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും. പഴയ കാലത്ത് പഠിക്കുക, ജോലി കിട്ടുക എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിന്റെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലാറ്റ്ഫോമിലാണുള്ളത് എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എന്ത് ബിസിനസ്, അതായത് ഏത് രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടാലും ഡയറക്ട് സെല്ലിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇവിടെ കുതിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോ നമ്മളെല്ലാം വന്നിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ്, ശരിയായ പാതയിലാണ്, ശരിയായ ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലം ഇനി തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് ഗവൺമെന്റ് തന്നെ അല്ലെ നിയമം കൊണ്ടുവന്നതും ഗവൺമെന്റിന്റെ പഠന റിപ്പോർട്ടുകൾ ഫിക്കിയുടെയും അതുപോലെ തന്നെ മറ്റു നിരവധി സംഘടനകളുടെയും KPMGയുടെ ഒക്കെ പഠന റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് 2025 മുതൽ 2035 വരെയുള്ള ഈ 10 വർഷക്കാലം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമായിരിക്കുന്നതാണ് പറഞ്ഞത്. സുവർണ കാലഘട്ടം അല്ലെ, ഏറ്റവും മനോഹരമായ അതിമനോഹരമായ ഒരു കാലഘട്ടമായിരിക്കും ഈ വരുന്ന 10 വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനും അതിന്റെ കാര്യങ്ങൾ തിരിച്ചറിയാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിട്ട്, ഒരു അച്ചീവ്മെന്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ഈ അവസരത്തിലാണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ആ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖല എന്നുള്ള നിലയിൽ നമുക്കറിയാം. നമ്മുടെ പഠിച്ചു വളരുന്ന പുതിയ പുതിയ തലമുറകൾ, കുട്ടികൾക്ക് ജോലിയില്ല, ഇവിടെ സാധ്യതകൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ അതിന് പറ്റിയ ഒരു മാർഗം എന്നുള്ള നിലയിൽ, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ ഈ ഡയറക്ട് സെല്ലിങ്ങിനെ ഗവൺമെന്റുകൾ ഇന്ന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ലോകം കീഴടക്കുന്ന, പ്രൂവ് ചെയ്തിരിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിനെ സ്നേഹിക്കാനും ഇത് ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നാണ് വിനയത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷയിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ശരിയായ പാതയിലാണെന്നാണ് തിരിച്ചറിയേണ്ടത്. എന്താണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത ഒന്നും വേണ്ട ഇവിടെ അല്ലെ. നോ ലാൻഡ്, നോ ലേബർ, നോ ക്യാപിറ്റൽ. ാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്ന ലോകത്തിലെ പ്രൂവൺ സംവിധാനമാണ് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ ഇങ്ങനെ തന്നെ പറയും, ശൂന്യതയിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ, നോ പ്രോബ്ലം. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ 1000 രൂപ വെച്ച് 5 പേരോട് വാങ്ങിക്കുക ഇല്ലേ. ഒരുമിച്ച് വാങ്ങണ്ട, ഒരുമിച്ച് തരില്ല. 5000 രൂപ വെച്ച് കിട്ടില്ല, 1000 രൂപ വെച്ച് ചിലപ്പോൾ തരും ഇല്ലേ. അങ്ങനെ 5000 രൂപ അല്ലെങ്കിൽ 3100 രൂപ വാങ്ങിയാലും നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിച്ച് കോടികൾ നേടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സീറോ ഇൻവെസ്റ്റ്മെന്റ്, മനസ്സിലായ? സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ കോടികൾ നേടാൻ പറ്റുന്ന എന്ത് ബിസിനസ് ഈ ലോകത്തിന്റെ എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾ അതിന്റെ പേര് പറയൂ. സീറോ ഇൻവെസ്റ്റ്മെന്റ്. 1 രൂപ പോലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന, തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വേൾഡിലെ ഏക ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിലൂടെ കോടാനുകോടികൾ നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത. ഇത് നിങ്ങൾ തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം, ഇത് ടീമിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ലാൻഡ് വേണ്ട, ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട, പിന്നെയോ റിസ്ക് ഇല്ല എന്നുള്ളതാണ് ഇല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു റിസ്കും ഇല്ല. റിസ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റും ഇല്ല, റിസ്കും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും അല്ലെ. അതുകൊണ്ടാണ് വിജയിക്കാതെ പോകുന്നത്. അതാണ്, ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഒന്നുമില്ല, നമുക്ക് 10 പൈസ മുടക്കൂല. അപ്പൊ ചെറിയൊരു പ്രൊഡക്റ്റ് മേടിച്ചു എന്നുള്ളത് കൊണ്ടാണ് പലരും വിജയിക്കാതെ പോകുന്നത്. നിങ്ങളിവിടെ 3000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കും, അല്ലെങ്കിൽ 5200 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൂടെ വലിയ അച്ചീവ്മെന്റ്സ് എനിക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നില്ല, നിങ്ങൾക്ക് വലിയൊരു സ്വപ്നം നിങ്ങൾക്ക് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇവിടെ അത്രേ ഉള്ളൂ.
വിജയിക്കണം എന്ന ഒരാഗ്രഹം മാത്രമാണ് ഇവിടുത്തെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? വിജയിക്കണം എന്നുള്ള നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ആഗ്രഹവും മാത്രമാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിലെ ഇൻവെസ്റ്റ്മെന്റ്. വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഡയറക്ട് സെല്ലിങ്ങിൽ ആവശ്യമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. വിജയിക്കണം എന്നുള്ള ആഗ്രഹം, ഈ ആഗ്രഹമുള്ളവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല ഇവിടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇല്ലേ, ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഇല്ലേ? 1, 2, 3 എല്ലാ നേട്ടങ്ങളും ഇവിടെ കിട്ടാൻ വേണ്ടി പോകണം ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ. ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വ വികസനമാണ് ഉണ്ടാകുന്നത്. വ്യക്തിത്വ വികസനം. നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകാം. നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എവിടെയും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. പറ്റുമോ? അവിടെ ചെല്ലുന്നു അല്ലെ, 10 മണിക്കാണെങ്കിൽ 10 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക്, 9 മണിക്ക് അവിടെ കയറുന്നു. അവിടെ എന്താണോ ജോലി, ആ ജോലി ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു, തീർന്നു അല്ലെ. നമ്മളൊരു യാന്ത്രികമായിട്ട് വേറൊരു രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ നിങ്ങൾക്ക് ഒരു സർവകലാ വല്ലഭനായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ കഴിവുകളെല്ലാം പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന വേൾഡിലെ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലേ, ചില ആൾക്ക് നന്നായിട്ട് വാചകം അടിക്കാൻ, സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിൽ കിട്ടുന്നതാണ് അല്ലെ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുകളുണ്ടോ, നല്ല പാട്ട് പാടുന്ന കഴിവുള്ള ആളുകളുണ്ടാവും, അവർക്കുള്ള വേദികൾ നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ പ്രോഗ്രാം സെന്ററുകളിൽ കിട്ടും എന്നുള്ളതാണ് ഇല്ലേ. എല്ലാ മേഖലകളിലൂടെ നിങ്ങളെ കഴിവുകളെ, സ്കില്ലിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്ട് സെല്ലിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇല്ലേ, വലിയൊരു എന്താ പറയാ, നമുക്ക് എല്ലാവരും ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് നല്ലൊരു സ്നേഹം കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ സാധിക്കുന്നതാണ് അല്ലെ. അപ്പോൾ എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ വിജയത്തിലേക്ക് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കില്ലുകൾ എന്താണോ അതെല്ലാം ഇവിടെ വിജയിക്കാനും അത് പ്രകടിപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വേറൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ വേറെന്ന് വെച്ചാൽ ഇവിടെ നോ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അതാണ് ഇവിടെ മത്സരമില്ല. ഇവിടെ എന്താണ്? നോ കോമ്പറ്റീഷൻ. പിന്നെ എന്താ ഇവിടെ ഓൺലി കോപ്പറേഷൻ ആണ് അല്ലെ. സഹകരണ മനോഭാവമാണ് ഡയറക്ട് സെല്ലിംഗിൽ ഉണ്ടാകുക. നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു എന്നിരിക്കാം അല്ലെ. തൊട്ടടുത്തുള്ള ഹോട്ടലുകാരൻ നിങ്ങളുടെ വലിയ സുഹൃത്തായിരിക്കും, കാണുമ്പോൾ ചിരിക്കും അല്ലെ, ഉള്ളിലൂടെ പാര വരും അല്ലെ. നിങ്ങളൊരു ബേക്കറി തുടങ്ങി, അല്ലെങ്കിൽ ഒരു ബേക്കറി എടുത്ത് അടുത്ത ബേക്കറി വരുമ്പോ കാണുമ്പോൾ ചിരിക്കും അല്ലെ, പക്ഷെ പുറത്തൂടെ പാര വരും, ശരിയല്ലേ? അവിടെ ഒരു സഹകരണം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നല്ല സഹകരണം, ഇവിടെ സഹകരണത്തോട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇല്ലേ, നല്ല കോപ്പറേഷൻ ഉണ്ടാവും, നോ കോമ്പറ്റീഷൻ. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരെ കാണുമ്പോഴും ഇല്ലേ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇല്ലേ വളരെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. മനസ്സിലായ? എന്ത് വന്നാലും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഡയറക്ട് സെല്ലിംഗ്. നിങ്ങൾ കുറച്ചു കാലം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിലുള്ള ഒരാൾ പോലും ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്യില്ല. ഒരു ആത്മഹത്യ ഒന്നും ഡയറക്ട് സെല്ലിങ്ങിലുള്ള ആളുകൾ ചെയ്യില്ല എന്ന് പറയണം. കാരണം അവരുടെ പവർ, മൈൻഡ് പവർ ഉണ്ടല്ലോ, സൂപ്പർ പവർ ആയിരിക്കും. ഒരു സംശയം വേണ്ട. എന്തിനേയും നേരിടാനുള്ള കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി ഉണ്ടാവും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സൂപ്പർ പവർ ആയിരിക്കും, മൈൻഡ് സെറ്റ് സൂപ്പർ ആയിരിക്കും. മനസ്സിലായ? അതാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കും. എന്ത് നെഗറ്റീവ് എത്ര മൈനസിലേക്ക് പോയാലും അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കുതിച്ചുയരും അല്ലെ. എന്ത് മൈനസിലേക്ക് പോയാലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കുതിച്ചുയരാൻ വേണ്ടി സാധിക്കുന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മറ്റൊരു മനോഹാരിത എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെ കിട്ടും എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലെ? എവിടെയും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇതൊന്നും. അതാണ് ഏത് കോളേജിലും സ്കൂളിലൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല, ഉണ്ടോ? എവിടെയും പഠിപ്പിക്കുന്നില്ല. പണം ഉണ്ടാക്കാൻ എവിടെയാ പഠിപ്പിക്കുന്നത് ഇല്ലേ? പണം ഉണ്ടാക്കാനും സ്കൂളുകളിലും കോളേജിലൊന്നും പഠിപ്പിക്കുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇവിടെ ജീവിതം പഠിപ്പിക്കുന്നു, ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു ഡോക്ടർ ആയാലും, ഒരു എഞ്ചിനീയർ ആയാലും, ഒരു അഡ്വക്കേറ്റ് ആയാലും, ഒരു പോലീസ് ഓഫീസർ ആയാലും ഒന്നും മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പറ്റുമോ? അതൊരു പ്രൊഫഷനാണ് അല്ലെ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? 1-2 സ്റ്റാഫിനെ അവിടെ വെക്കുമായിരിക്കും അല്ലെ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെ. അല്ലാണ്ട് മറ്റുള്ളവർക്ക്
നിങ്ങളെക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ എന്റെ കൂട്ടത്തിൽ വരുന്ന ആളുകൾക്ക് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അവരെ ഏറ്റെടുത്താൽ, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവരത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ സാധിക്കും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന, നമ്മളോടൊപ്പം നമ്മുടെ കൂടെ വരുന്ന ആളുകളെ, നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ. അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെ ഇതിന്റെ മനോഹാരിത പറയാൻ പറഞ്ഞൊന്നും തീരില്ല. ഇത് പാസീവ് ഇൻകം ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾ ജോലിക്ക് പോവാണെങ്കിൽ, നിങ്ങൾ ഒരു 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്ന് വെച്ചൊരു ആവറേജ് ശമ്പളം കിട്ടും. അല്ലെ, ഒരു മണിക്കൂറിനല്ല, ഒരു 10 മണിക്കൂർ ജോലി ചെയ്താൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂലി, അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന പരമാവധി കൂലി 1200 രൂപ, 1500 രൂപ. അല്ലെ, നിങ്ങൾ 2000 രൂപ എന്ന് പിടിച്ചോ, കിട്ടൂല. കിട്ടുവോ? 2000 രൂപ എന്ന് വെച്ചോ നിങ്ങള്. എന്നാൽ പോലും ഒരു ദിവസം പണിക്ക് 10 മണിക്കൂർ ജോലി ചെയ്താൽ 2000 രൂപയെ കിട്ടുള്ളൂ. അല്ലെ, 100 ദിവസം ജോലി ചെയ്താൽ അത്ര കിട്ടും ഇല്ലേ? 2 ലക്ഷം രൂപയല്ലേ കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരു ദിവസം മാക്സിമം അത്രേ പണി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നാളെ പണിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ശമ്പളം ഇല്ല എന്നുള്ളതാണ്. അതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്ന് നിങ്ങൾ ചെറിയൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നമുക്ക് അവിടെ പാസീവ് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പാസീവ് ഇൻകം സ്റ്റാർട്ട് ചെയ്യും. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ ടൈം ലിവറേജ് കിട്ടുന്നു എന്നുള്ളതാണ്. പാസീവ് ഇൻകത്തിലേക്ക് നമ്മൾ എത്തുന്നത് ടൈം ലിവറേജ് ആണ്. നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ ടീമിൽ 10 പേരുണ്ടെങ്കിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ സമയം എത്രയായി? 10 × 10 100 മണിക്കൂറാണ്. മനസ്സിലായ? ചെറിയൊരു ടീമിന്റെ പൊട്ടൻഷ്യാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. 10 മണിക്കൂർ നിങ്ങൾ, ഈ 10 പേര് നിങ്ങളുടെ ടീമിലുണ്ട്, അവർ 10 മണിക്കൂർ ജോലി ചെയ്താൽ 100 മണിക്കൂർ ഇല്ലേ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 2000 രൂപ കിട്ടുകയാണെങ്കിൽ ഇല്ലേ, 100 മണിക്കൂർ കൊണ്ട് എത്ര കിട്ടും? അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലേ? അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ടൈം ലിവറേജ് കൂട്ടുക എന്നുള്ളത്. അപ്പൊ ടൈം ലിവറേജ് കൂട്ടാൻ സാധിക്കുന്ന വേൾഡിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഇല്ലേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടീമിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക, നല്ലൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക. ഒറ്റയ്ക്ക് എനിക്ക് വിജയിക്കാൻ, ഞാൻ വലിയ പുപ്പുലിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മൂഢസ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് മറ്റുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഒരു പാസീവ് ഇൻകം ആണ്. പാസീവ് ഇൻകം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടണം. എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? ഒരു കിണർ കുത്തിയെടുക്കണമെങ്കിൽ ഇല്ലേ, ഒരു കിണർ കുഴിച്ചെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? ആദ്യം കുറച്ച് മണ്ണ് നീക്കി അങ്ങോട്ട് ഇടിച്ച് വരുമ്പോൾ വലിയ കരിങ്കല്ല് കാണും അവിടെ ഇല്ലേ? കരിങ്കല്ല് കാണുമ്പോൾ അവിടെ നിർത്തി പോയിട്ട് അടുത്ത സ്ഥലത്ത്, അടുത്ത പറമ്പിന്റെ വടക്കേ മൂലക്കേക്ക് പോവാം. എന്നിട്ട് അവിടെയും കുഴിച്ചു നോക്കാം. അവിടെയും കുറച്ച് കഴിയുമ്പോൾ കരിങ്കല്ലായിരിക്കും, അല്ലെങ്കിൽ കട്ടി കൂടിയ പാറയായിരിക്കും. അപ്പൊ അവിടെയും നിർത്തുക, ഒരു തെക്ക് വശത്തേക്ക് പോവുക. ഇങ്ങനെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? പലരും സംഭവിക്കുന്ന ഇതാണ്. ഡയറക്ട് സെല്ലിംഗിലെല്ലാം ആവേശത്തോടു കൂടെ വരികയും ഇതിന്റെ എല്ലാ മഹത്വവും മഹിമയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഈ കിണർ കുത്തും പോലെ മാറി മാറി കുത്താൻ പോകരുത്. അല്ലെ, ഒരു സ്ഥലത്ത് തന്നെ ഇടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായില്ലേ? സ്ട്രോങ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കണം. ആ കരിങ്കൽ പാറ കണ്ടാല് വിചാരിച്ചോളാം, ഇതിന്റെ ഉള്ളിൽ അടിപൊളിയായ നല്ല ശുദ്ധജലമുണ്ട്, നല്ല തണുപ്പുള്ള മാഗ്നറ്റൈസ്ഡ് വാട്ടർ അല്ലെ. ഈ കരിങ്കൽ പാളികൾ പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ കിട്ടും, വറ്റാത്ത വെള്ളമായിരിക്കും അത് എന്ന് വെച്ചിട്ട് ആ കരിങ്കൽ പാറ പൊട്ടിച്ചെടുക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. അപ്പൊ കരിങ്കലൊക്കെ പാറ അങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു വട്ടോ 2 വട്ടോ 3 വട്ടോ കൊണ്ടൊന്നും അത് പൊട്ടിയെന്ന് വരില്ല. പക്ഷെ ഇടിച്ചിടിച്ച് കഴിയുമ്പോൾ കരിങ്കൽ പാറയിൽ ഇതിനേക്കാൾ വലിയ പാറകൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മനുഷ്യൻ അല്ലെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരാണ് ഈ മനുഷ്യൻ. 2 കാലും 2 കൈയുമുള്ള ഈ മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ. 5 അടി 6 അടി പൊക്കമുള്ള മനുഷ്യൻ ഇല്ലേ. എത്രയോ അടി ഉയരമുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി 5 അടി 6 അടി പൊക്കമുള്ള മനുഷ്യന് കീഴടക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നമുക്ക് എന്തും നേടാൻ വേണ്ടി സാധിക്കും. തിരിച്ചറിയാണ് നമ്മുടെ മനുഷ്യന്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത? പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടണം. കുറച്ചങ്ങോട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ പാസീവ് ഇൻകത്തിന്റെ മഹാപ്രവാഹമായിരിക്കും. ഇന്ന് രാവിലെയും എന്റെ അക്കൗണ്ട് തുറന്നു നോക്കുമ്പോൾ വന്നിരിക്കുന്നു മോർ ദാൻ 45,000 റുപ്പീസ്. മനസ്സിലായ? 45,000 രൂപയിലേക്ക് ഇന്നും വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. അതാണ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് ഒരേ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് പാസീവ് ഇൻകത്തിന്റെ പവർ എന്ന് പറയുന്നത്.
അപ്പൊ പാസീവ് ഇൻകം കൊടുക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മളെ പോലുള്ള സാധാരണക്കാരന് പാസീവ് ഇൻകം കിട്ടുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വലിയ വലിയ ആളുകൾക്ക് പല രീതിയിലും പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ പോലെ വെറും പാവപ്പെട്ടവന് ഇല്ലേ, കുടുംബത്തിന്റെ അത്താണിയായിട്ട് നിൽക്കുന്ന, വെറും മാർഗമില്ലാതെ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ എന്ന് ആലോചിച്ച് അല്ലെ, വേറൊന്നിലേക്കും നമുക്ക് വ്യാപരിക്കാനുള്ള മനസ്സില്ല, പണമില്ല, ആരോഗ്യമില്ല, സമ്പത്തില്ല, കൂട്ടുകാരില്ല, ഒന്നുമില്ലാത്ത വെറും ദൈവം മാത്രം അനുഗ്രഹിക്കപ്പെട്ട, ദൈവം മാത്രമേ ആശ്വാസമുള്ളൂ നമ്മളെ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ലോകത്തിലെ ഒരു പ്രൂവൺ ഇൻഡസ്ട്രിയാണ് എന്റെ സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിടിച്ചു നിൽക്കാൻ തയ്യാറായാൽ മതി, ഉറച്ചു നിൽക്കാൻ തയ്യാറായാൽ മതി, മനസ്സ് മാറി മാറിപ്പോകരുത്, മരഞ്ചാടിയായി മാറാതിരുന്നാൽ മതി, മങ്കി സിൻഡ്രം നിങ്ങളെ ബാധിക്കാതിരുന്നാൽ മതി. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ കമ്പനികളിലേക്കും ചാടിപ്പോകാതിരുന്നാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടേതായിരിക്കും. എന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോ ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതിന്റെ പ്രത്യേകതയാണ് എന്താണ്? നോമിനേഷൻ ഫെസിലിറ്റി. അതാണ് ഏറ്റവും അതിമനോഹാരിത എന്ന് പറയുന്നത്. നമ്മുടെ കാലശേഷവും നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻകം അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായ? അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിലും, നിങ്ങൾ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ ഐ ഡി മാത്രം അവരിലേക്ക് തനിയെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് കിട്ടും പോലെ ഓരോ സുപ്രഭാതങ്ങളിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലിക്വിഡ് ക്യാഷ് ആണ് വരുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 10 ഏക്കർ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് 1 ലക്ഷം രൂപ എടുക്കാൻ വെച്ചിട്ടുണ്ടാവില്ല അല്ലെ. സ്ഥലം വിൽക്കാൻ പോയ പെട്ടെന്ന് നടന്നൊന്നും വരില്ല, ശരിയല്ലേ? ഇവിടെ ലിക്വിഡ് ക്യാഷ് സുപ്രഭാതങ്ങളിൽ മഹാലക്ഷ്മി നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അതിമനോഹാരിത എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ലിക്വിഡ് ക്യാഷിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലെ. അതുകൊണ്ട് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറ സേഫ് ആയിരിക്കും. 100% സേഫ് ആയിരിക്കും. 100% സേഫ് ആയിരിക്കും എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ മനോഹാരിത പറഞ്ഞ് ഇന്നൊന്നും തീരൂല അല്ലെ. അതുപോലെ തന്നെ റെക്കഗ്നേഷൻ ഇല്ലേ, നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒരു അടിപൊളി സൂപ്പർ നന്നായിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞൊരു ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാവും. ഈ പ്രോഗ്രാം സെന്ററുകളിൽ വെച്ചിട്ട് ഇല്ലേ, നിങ്ങളെ പൊന്നാടി അണിയിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും, നിങ്ങളുടെ ബിസിനസ് അസോസിയേറ്റ്സ് ഉണ്ടാവും. വേറെ എവിടെ ഈ അംഗീകാരങ്ങൾ കിട്ടും നമുക്ക് അല്ലെ? അംഗീകാരം, റെക്കഗ്നേഷൻ നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്കണം. നമ്മുടെ ആ ഹൃദയ തുടിപ്പുകള് നമ്മൾ ആവേശത്തിലേക്ക് നയിക്കും. കൂടുതൽ വിജയങ്ങളിലേക്ക് നമുക്ക് മുന്നേറാനുള്ള ഊർജവും ശക്തിയും ആവേശവും പകരും എന്നുള്ളതാണ്. റെക്കഗ്നേഷൻ എവിടെയും കിട്ടില്ല നമുക്ക്. നിങ്ങളൊരു ജോലി സ്ഥലത്ത് പോയി നന്നായിട്ട് ജോലി ചെയ്താലും അവിടെ വലിയ റെക്കഗ്നേഷൻ ഒന്നും കിട്ടില്ല. എത്ര ജോലി ചെയ്താലും പറയും അത് ചെയ്ത് ശരിയായില്ല കേട്ടാ എന്ന് പറയും വീണ്ടും ഇല്ലേ. ഗീതാ സുരേഷ് മേഡം ഒക്കെ ജോലിക്ക് പോയതാ. എത്ര നന്നായിട്ട് നമ്മൾ ഹൃദയം തുറന്ന് സത്യസന്ധമായി ചെയ്താലും പറയും അത് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് വീണ്ടും പറയും അല്ലേ. പക്ഷെ അവിടെ ഒന്നും റെക്കഗ്നേഷൻ കിട്ടില്ല. ഇവിടെ നിങ്ങളൊരു ക്രൈറ്റീരിയ ചെയ്യുമ്പോ 440 രൂപ വാങ്ങുമ്പോ നിങ്ങളൊരു ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് പിക്ക് ഇടുകയാണ് ലീഡേഴ്സ് അല്ലെ. വാം വെൽക്കം കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, വെറും 440 രൂപയുടെ അച്ചീവർ ആയിട്ട് മാറുമ്പോ ഒരു ഫാമിലി ബോണസ് അടിക്കുമ്പോ ഇല്ലേ, നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം വെച്ചുകൊണ്ട് വലിയൊരു ഇല്ലേ റെക്കഗ്നേഷൻ നിങ്ങൾക്ക് തരികയാണ്. പ്രോഗ്രാം സെന്ററിലുള്ള അംഗീകാരങ്ങൾ തരികയാണ്. നമ്മളെ അംഗീകരിക്കപ്പെടുന്ന നമുക്ക് അംഗീകാരം കിട്ടുന്ന ഇല്ലേ ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിന്റെ മനോഹാരിത പറയാൻ പോയാൽ തീരില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുപോലെ ബന്ധങ്ങൾ ഇല്ലേ, ഇവിടെ ഇരിക്കുന്ന ആരുമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. നേരത്തെ ഒരാളെപ്പോലും പരിചയമില്ല ആളുകളില്ല. എന്നെയും പരിചയമുള്ള ഒരു മനുഷ്യനും ഇവിടെ കാണില്ല അല്ലെ. നമ്മൾ പരിചയപ്പെട്ടത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതുകൊണ്ടാണ് അല്ലെ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ആ ഡയറക്ട് സെല്ലിംഗിൽ തന്നെ അതിമനോഹരമായ നമ്മുടെ ബയോട്ടോറിയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ബോണ്ടിങ് ഉണ്ടായെന്നുള്ളതാണ്. പല കമ്പനികൾ കൂടി ഉണ്ട്. കമ്പനി ഒന്നും മോശമല്ല, ഒരു കമ്പനിനെ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ അതിൽ ഏറ്റവും നമ്പർ 1 കമ്പനിയാണ് ബയോട്ടോറിയം, ഒരു സംശയവും വേണ്ട അല്ലെ. ഇത്രയും മിറാക്കിൾ റിസൾട്ട് കൊടുക്കുന്ന, ശരീരത്തിന്റെ എക്സ്റ്റേണൽ ആയി ഉപയോഗിച്ചുകൊണ്ട് ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം എൻഹാൻസ് ചെയ്തുകൊണ്ട് ഇല്ലേ അടിപൊളിയായിട്ട് റിസൾട്ട് കൊടുക്കുന്ന, മിറാക്കിൾ റിസൾട്ട് കൊടുക്കുന്ന ശാസ്ത്രലോകം വിധി എഴുതി ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്ന് വിധി എഴുതപ്പെട്ട് ഇല്ലെ വീടിന്റെ മുറികളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്ക് പുതിയ ജീവൻ നൽകാൻ വേണ്ടി സാധിച്ച പ്രസ്ഥാനമാണ് ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതിന്റെ മുന്നണി പോരാളികളാണ് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഇല്ലേ ഈ സ്നേഹ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് വലിയൊരു സൗഹൃദ വലയം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ എവിടെ പോയാലും ഏത് മുക്കിലും മൂലയിലും പോയാലും നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
നേരെ മറിച്ച് നിങ്ങൾക്ക് ജോലിക്ക് പോവാണെങ്കിൽ ആ ഓഫീസിലുള്ള 5-10 പേരുണ്ടാവും അല്ലെ, അവർ മാത്രമേ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. അല്ലെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആ നാട്ടിലുള്ള കുറച്ച് ആളുകളെ പരിചയം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഉണ്ടാവില്ല. ഇത് കേരളം മാത്രമല്ല അല്ലെ, നമുക്ക് സംസ്ഥാനം മാത്രമല്ല, രാജ്യങ്ങളിൽ മാത്രമല്ല, വിദേശികളെ പോലും നമുക്ക് സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മുദ്രാവാക്യം ഇല്ലേ, ആ ചൊല്ലുകൾ കൃത്യവും അന്വർത്ഥമാക്കാൻ വേണ്ടി സാധിക്കുന്ന ലോകത്തിലെ മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മാരായി കണ്ടുകൊണ്ട് അവരെല്ലാം സേവിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു സംശയവും വേണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയോ സംഭവങ്ങൾ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് നമ്മൾ തെരഞ്ഞെടുത്ത് വന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുപോലെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ പ്രദേശത്ത് മാത്രം ഒതുക്കിക്കൂടും നമ്മൾ അല്ലെ. ഇതല്ല, ഇത് നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കാനും ഈ ലോകം എന്താണെന്ന് ഒന്നുകൂടി തിരിച്ചറിയാനും നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ സാധിക്കുന്നുള്ളതാണ് അല്ലെ. ഇത്രയും നാളെന്താ നമ്മൾ കുളത്തിലിരിക്കുന്ന ചെറിയൊരു തവളക്കുഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിണറ്റിനകത്തെ ഒരു തവളക്കുഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴുള്ള മറ്റൊരു അതിമനോഹാരിത എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലേ, ഡയറക്ട് സെല്ലിംഗിന്റെ മഹത്വം എത്ര പറഞ്ഞാലും, ഇന്ന് വൈകുന്നേരം വരെ പറഞ്ഞാലും ഡയറക്ട് സെല്ലിംഗിന്റെ മഹത്വത്തെ കുറിച്ച് വിവരിച്ചാൽ നമുക്ക് തീരില്ല അല്ലെ. സൗഹൃദങ്ങള്, നമ്മുടെ കുടുംബത്തിലുള്ളതിനേക്കാൾ സൗഹൃദങ്ങള് ഇല്ലേ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചേട്ടനോ ചേച്ചിയോ അനുജനോ അനുജത്തിയോ, അതിനേക്കാൾ കുടുംബ ബന്ധങ്ങളെക്കാൾ വലിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, റെക്കഗ്നേഷൻ ഇല്ലേ, അതുപോലെ തന്നെ പാസീവ് ഇൻകം ഇല്ലേ, പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി ഇല്ലേ, ഹാപ്പിനെസ്, സന്തോഷം, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ സൗഹൃദങ്ങൾ പങ്കിടുമ്പോൾ വലിയ സന്തോഷം നമുക്ക് തരുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓഡിറ്റോറിയത്തിൽ പണവും അല്ലെ ആരോഗ്യവും മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് നല്ല സന്തോഷം കൂടെ നൽകണം. സന്തോഷം നൽകാൻ നമുക്കൊരു നല്ലൊരു ടീം ഉണ്ടെങ്കിൽ അവരിലൂടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നല്ല വലിയ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗിന്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ വർണ്ണിച്ചാൽ തീരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും, ഇനി സാധാരണക്കാരന്റെ കുട്ടികൾ മുതൽ പണക്കാരന്റെ കുട്ടികൾ മുതൽ വലിയ സെലിബ്രിറ്റീസിന്റെ കുട്ടികൾ മുതൽ വലിയ ബിസിനസ്സുകാരന്റെ കുട്ടികൾ മുതൽ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ലോകത്തിലെ നമ്പർ 1 ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ നമ്മളെ വെൽനെസ്സുമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അതാണ് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് നമ്മൾ ചേർത്തിരിക്കുന്നത്? വെൽനെസ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ്. അതാണ് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. കാരണം ആളുകൾ ഇന്ന് വെൽനെസ്സിലേക്ക് മാറിയിരിക്കുന്നു. രോഗം വരാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെൽനെസ്സിലാണ് ഇനി ഏറ്റവും സാധ്യത. ലോകം മുഴുവൻ വെൽനെസ് ഇൻഡസ്ട്രി ഉറ്റുനോക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇല്ലേ കഴിഞ്ഞ വർഷം സംസാരിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഗ്രാമാന്തരങ്ങളിൽ വരേണ്ട വെൽനസ് ഗ്രാമങ്ങൾ സൃഷ്ടി. അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പഠിപ്പിക്കുന്നു കുട്ടികളെ എന്തിനാണെന്നറിയോ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ജോലി കിട്ടിയാൽ അതിൽ ഏത് ജോലി വേണമെന്നറിയോ? നരേന്ദ്രമോദിയുടെ ഭാഷണമുണ്ട്, എന്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഏത് ജോലി വേണമെന്നാണ് അറിയോ? ഗവൺമെന്റ് ജോലി. ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറയും ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെ. ഇതിനാണ് കല്യാണം കഴിഞ്ഞ് മക്കള് സേഫായി. ഇതാണ് പല രക്ഷിതാക്കളുടെയും ചിന്താഗതി. പഠിപ്പിക്കുക, ഗവൺമെന്റ് ജോലി കിട്ടുക, എന്നിട്ട് ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കല്യാണം കഴിച്ചു കൊടുക്കുക. അതല്ല ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇന്ന് ആളുകൾ അതെല്ലാം വിട്ടു, അതെല്ലാം എണ്ണിച്ചുട്ട അപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ബിസിനസ്സുകാരനായിട്ട് മാറണം. നമ്മളൊരു തൊഴിലാളിയായിട്ട് മാറാതെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇല്ലേ വലിയൊരു എന്റർപ്രണറായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. ആ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു തൊഴിലാളി എന്നുള്ള മനോഭാവത്തിൽ, ഒരു ജോലിക്കാരൻ എന്നുള്ള മനോഭാവത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം.
അവിടെയാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെ, ലക്ഷക്കണക്കാണ് ആളുകൾ നിങ്ങളുടെ ടീമിലേക്ക് വരുമ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസവും അല്ലെ ഒരു വരുമാന മാർഗവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വെൽനസ് ഇൻഡസ്ട്രിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. മിറാക്കിൾ പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നമുക്ക് സാഗർ ജോഷി സാറിന് നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. ബിഗ് കൺഗ്രാജുലേഷൻ സാഗർ സാർ. മനസ്സിലായ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അല്ലാതെ നമ്മൾ രണ്ടാളെ ചേർത്ത് ഒരു ഫാമിലി ബോൺസ് അടിക്കാൻ വന്ന ആളുകളല്ല ഇവിടെ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതൊരു കൾച്ചർ ചേഞ്ച് ആണ്. ഇല്ലസിൽ നിന്നും വെല്ലസിലേക്കുള്ള ഒരു സാംസ്കാരിക മാറ്റമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കേരളത്തിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലസ് മേഖലയിൽ നിന്നും ഒരു വെൽനസ് മേഖലയിലുള്ള ഒരു സാംസ്കാരിക മാറ്റത്തിന്റെ കുതിച്ചുചാട്ടത്തിലാണ് നമ്മളുള്ളത്. ഒരു സംശയവും വേണ്ട. അതിലെ നമ്പർ 1 കമ്പനി തന്നെയാണ് ഈ വയട്ടോറിയം. പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രൊഡക്റ്റ് റിസൾട്ടുകൾ. ഇപ്പൊ ഒത്തിരി പ്രൊഡക്ട്സുകൾ, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എല്ലാവരും വാങ്ങി ദിവസവും ഉപയോഗിക്കണം. ന്യൂട്രാസ്യൂട്ടിക്കൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് എല്ലാം വേണം. ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെ, മെഗ്നീഷ്യം നമുക്ക് ശരീരത്തിന് ആവശ്യം. ഓരോ മൂലകങ്ങളും നമുക്ക് ആവശ്യമാണ്. ഓരോ മൂലകങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടണം. അത് നമ്മൾ കഴിക്കുന്ന ഏതെല്ലാം ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ഈ വടകരയിൽ നമ്മൾ ഈ ശനി ഞായറാഴ്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരം എന്തുകൊണ്ട് രോഗം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് രോഗിയായിട്ട് മനുഷ്യൻ മാറുന്നു. ഫുഡ് ഹാബിറ്റ്സ് ആണ് പ്രധാനമായിട്ടും. ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. ആ ഫുഡ് ഹാബിറ്റ്സിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം. വളരെ നിസ്സാരമായ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. രോഗമില്ലാതെ നമുക്ക് നല്ലൊരു രീതിയിൽ രോഗികളൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ ഒരു വെൽനസ് കോച്ച് എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവിടെ ഒരു വെൽനസ് കോച്ച് എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വ്യക്തികളോടും കുടുംബങ്ങളോടും സംസാരിക്കുമ്പോൾ ആധികാരികമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രമേശൻ സാർ ഈ ഞായറാഴ്ച വടകരയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഡയറി എടുത്തിട്ട് മാത്രം അങ്ങോട്ട് വന്നാൽ മതി. വെറുതെ കയ്യും വീശി ആരും വരരുത്. അവിടുന്ന് കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടാവും. ഞാൻ കൃത്യം 10 മണിക്ക് തന്നെ അവിടെ എത്തും. 10 മണി മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതൊരു 1 ഡേ പ്രോഗ്രാമാണ്. ശരിയായ ഒരു വെൽനസ് കോച്ചായിട്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ 100% ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെൽനസ് മേഖലയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിന്റെ ശക്തി റോക്കറ്റ് വേഗത്തിൽ പോകുന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട. റോക്കറ്റ് വേഗത്തിൽ വയട്ടോറിയം കുതിച്ചു വരും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ശരിയായ ഒരു പ്ലാറ്റ്ഫോമിലാണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിങ്ങിനെ നമ്മൾ സ്നേഹിക്കുക, ഡയറക്ട് സെല്ലിങ് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. ഗവൺമെന്റിന് തന്നെ നമ്മൾ വലിയ സപ്പോർട്ടാണ് ചെയ്തത്. കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അല്ലെ ആളോഹരി വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. പെർ ക്യാപിറ്റൽ ഇൻകം കൂട്ടുക എന്നുള്ളതാണ്. എല്ലാവർക്കും സമൂഹത്തിലെ കൂടുതൽ ആളുകൾക്ക് വരുമാനം എത്തിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിക്കും. ഓരോരുത്തർക്കും വരുമാനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ടാക്സ് പെയർ ആയിട്ട് മാറുന്നത്. ഇൻകം ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന നല്ലൊരു ഇൻകം ടാക്സ് അടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സേവനമാണ്. രാജ്യത്തിനെ സേവിക്കുന്നതിന് ഒരു വലിയൊരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത്. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലൊരു ഇൻകം ടാക്സ് സേവറായിട്ട് നമുക്ക് അടക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറുന്നുള്ളതാണ്. ഈ തീച്ചൂളയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇല്ലേ പ്രവർത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഇവിടത്തേക്ക് വരുമ്പോൾ ഉള്ള നിങ്ങളായിരിക്കില്ല 1 വർഷം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ ഉള്ള നിങ്ങളായിരിക്കില്ല 2 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ നിങ്ങളായിരിക്കില്ല 5 വർഷം കഴിയുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു മന്ത്രമേ ഉള്ളൂ, സക്സസ് മന്ത്ര. മനസ്സിലായ? സക്സസ് മന്ത്ര. ഡയറക്ട് സെല്ലിങ്ങിൽ ആരും പരാജയപ്പെടില്ല കേട്ടോ. ഡയറക്ട് സെല്ലിങ്ങിൽ ഒരാൾക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം അവർ മുടക്കിയ കാശിനുള്ള തുല്യമായ അതിനേക്കാൾ വാല്യുള്ള പ്രൊഡക്റ്റ് കൊടുക്കുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വില എന്താണെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പലരോടും പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില പറയാൻ പറ്റില്ല, അത്രയും വിലയായി പ്രൊഡക്റ്റിന് എന്നാ പറഞ്ഞത്. ഈ പ്രൊഡക്റ്റിന്റെ വില അത്രയാണ്. കാരണം നമുക്ക് 19,300 ഫാമിലി പാക്ക് ഉണ്ട്, 16,500 ഫാമിലി പാക്ക് ഉണ്ട്, 10,700 സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ട്, 9,700 സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ. 9,700 ഒരു സിംഗിൾ പ്രൊഡക്റ്റ്
രൂപ കൊടുത്തിട്ട് ബൈപ്പാസ് സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആൾ 5 ലക്ഷം രൂപ ബൈപ്പാസ് സർജറി ചെയ്യാൻ പറഞ്ഞ ആള് 4 മാസം ഉപയോഗിച്ചപ്പോ അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറി ചെയ്യണ്ട. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാ? ഈ പ്രൊഡക്റ്റിന്റെ എത്രയാണ് ഇതിന്റെ വില? 9,800 ആണോ? അപ്പോ ഇല്ലേ, പ്രൊഡക്റ്റിന്റെ വില നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ വില എത്രയാണ് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അല്ലെ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പ്രൊഡക്റ്റിന്റെ വില നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ സക്സസ് നമുക്ക് വിജയം തരുന്ന, എല്ലാവർക്കും ഇവിടെ വിജയിക്കണം എന്നുള്ള മനോഭാവമുള്ള ആൾക്ക് മുഴുവൻ വിജയം തരുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ടയർ സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിലേക്ക് എന്ത് വേണം? നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആവേശത്തോടെ ഗോൾ അടിക്കാൻ തയ്യാറാകണം. എന്നെ ഇപ്പൊ ശ്രമിക്കുന്നവരൊന്നും കളി കാണാൻ വന്നവരല്ല, ആണോ? നമ്മളെല്ലാം കളിക്കളത്തിലുള്ളവരാണെന്നുള്ളതാണ്. കളി കാണുന്നവർ പുറത്തുണ്ടത്രേ. നമ്മളെല്ലാം കളിക്കളത്തിലുള്ളവരാണ്. കളിക്കളത്തിലുള്ള നമ്മൾ എന്ത് ചെയ്യണം? ഗോൾ അടിച്ചേ പറ്റുള്ളൂ. ഗോൾ അടിക്കണം. ഗോൾ അടിക്കുമ്പോഴാണ് കളി കാണുന്നവർ ഇങ്ങനെ തട്ടഹസിച്ച് കൈയടിക്കാൻ വേണ്ടി വരിക, അല്ലെ? സൂപ്പർ എന്ന് പറയാ. അതുകൊണ്ട് ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് ഗോൾ അടിച്ച് മുന്നേറണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. കളിയാക്കിയവരുടെ മുമ്പിൽ, പുച്ഛിച്ചവരുടെ മുമ്പിൽ നിനക്കൊന്നും വേറെ പണിയില്ലേ, ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിൽ ഗോൾ അടിക്കാൻ തയ്യാറാവണം. ഗോളുകൾ സെറ്റ് ചെയ്യണം. ഷോർട്ട് ടേം ഗോളുകളുണ്ട്, മിഡ് ടേം ഗോളുകളുണ്ട്, ലോങ് ടേം ഗോളുകളുണ്ട്. 10 വർഷം കഴിയുമ്പോൾ 100 കോടി എന്ന സ്വപ്നം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായ? 10 വർഷം വലിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ ഗോളുകൾ ഓരോന്ന് അടിച്ചടിച്ച് മുന്നേറണം. ഈ ആഴ്ചയിൽ എന്റെ വരുമാനം ഇത്ര നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ മാസം എന്റെ വരുമാനം ഈ മാസം തീരാൻ വേണ്ടി ഒക്ടോബർ 31 അവസാനിക്കുമ്പോ ഇതിലൂടെ ബയോട്ടോറിയത്തിലൂടെ ഇത്ര രൂപ ഞാൻ നേടിയിരിക്കുമെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ല, അതിനെ പൊട്ടിച്ചെറിയണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ലക്ഷ്മണ രേഖ പൊട്ടിച്ച് പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി സാധിക്കണം. ആദ്യം ബിലീഫ് സിസ്റ്റം, നിങ്ങളൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്, ഇതൊന്നും നടക്കൂല എന്നുള്ളത്. നടക്കെന്നുള്ള ആവേശത്തോടെ പോകണം. 1 കോടി രൂപ 1 വർഷം കൊണ്ട് ഉണ്ടാക്കാം എന്ന് ഞാൻ ഈ പ്ലാൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കൂലെന്ന്. മനസ്സിലായ? പക്ഷെ ഞാൻ എന്റെ പ്ലാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് നേടാൻ വേണ്ടി സാധിക്കും. നേടണം എന്തൊക്കെ വേണമെന്ന് ഞാൻ പഠിച്ചു. കുത്തിയിരുന്ന് പഠിച്ചപ്പോ എന്റെ ബിലീഫ് സിസ്റ്റം എനിക്ക് പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിച്ചു. എന്റെ ബിലീഫ് സിസ്റ്റം പൊട്ടിച്ചെറിഞ്ഞപ്പോ 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കോടീശ്വരനാകാൻ വേണ്ടി സാധിച്ചു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇന്ന് കമ്പനിയുടെ ടോപ്പ് റാങ്ക്, അല്ലെ, ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന ആ പൊസിഷനിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടിക്കയറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിയണം. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നേടാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ബ്രെയിനിലേക്ക് ഇത് കൊടുത്താൽ മാത്രം മതി. ബ്രെയിനിലേക്ക് കൊടുക്കുന്നില്ല പലരും. ബ്രെയിൻ ഏൽപ്പിക്കണം. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം, താഴോട്ട് മാത്രമുള്ള അവയവങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി സാധിക്കില്ല. മനസ്സിലായ? ഓട്ടമല്ല ഇത്. മനസ്സിലായ? ഇത് ഓട്ട മത്സരമല്ല ഇത്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ. ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇല്ലേ? ഈ കഴുത്തിന് മുകളിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെയും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായ? നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് മൈൻഡ് സെറ്റപ്പോട് കൂടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ആവർത്തിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോണ സമയം 7 മണിയാകാറായി, അല്ലേ? രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം കേട്ടോളൂ എല്ലാവരും. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലം ഒരു റഷ്യൻ പട്ടാളക്കാരൻ അവധി ചോദിച്ചു. സാധാരണ യുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് അവധി കൊടുക്കാറില്ല. അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, എനിക്ക് എന്റെ നാട്ടിൽ പോകണം, എന്റെ ഭാര്യയും അച്ഛനും അമ്മയും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അവധി കൊടുത്തു. അവധി കൊടുത്ത് അദ്ദേഹം റഷ്യയിൽ എത്തിയപ്പോ കണ്ടതെന്തറിയാം? ആ ഗ്രാമം മുഴുവൻ, ഇല്ലേ, യുദ്ധത്തിന്റെ കൊടും നാശമാ. ഒന്നുമില്ല. ആ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോ തന്നെ കണ്ടത് വലിയൊരു ആംബുലൻസിൽ ആളുകളുടെ ശവം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാ കണ്ടത്. അദ്ദേഹം തുറച്ചൊന്ന് ആംബുലൻസിലേക്ക് നോക്കി. ആംബുലൻസിലേക്ക് നോക്കിയപ്പോ അതിനകത്ത് കണ്ടത് താൻ 2 ആഴ്ച മുമ്പ് തന്റെ ഭാര്യക്ക് വാങ്ങി അയച്ച ഷൂസാണ്. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? തന്റെ ഭാര്യക്ക് വാങ്ങി അയച്ച ഷൂസാണ് ആംബുലൻസ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത്. തന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം നേരെ തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ അവിടെ ആരെയും കാണാനില്ല, ഒരു മനുഷ്യനെയും കാണാനില്ല. തിരിച്ച് അദ്ദേഹം നേരെ ആംബുലൻസിലേക്ക് വന്നു. അപ്പൊ ഈ വണ്ടിയെല്ലാം കൊണ്ടുപോവാണ് ശവം അടക്കാൻ വേണ്ടിയിട്ട്. വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യാം. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇത് എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയെ ശവക്കുഴിയിൽ കൊണ്ടുവരണ്ട, ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചോളാം, എന്റെ ഭാര്യയുടെ ശവം എനിക്ക് വിട്ടുകെട്ടണമെന്ന്. അവർ സമ്മതിക്കില്ല എന്ന്.
അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് സമ്മതിക്കില്ല. ഞാൻ ജവാനാണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം അപേക്ഷിച്ച് കരഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശവശരീരം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ആ ശവശരീരം അദ്ദേഹം ഏറ്റുവാങ്ങി നോക്കിയപ്പോ അതിനൊരു ചെറിയ ജീവൻ തുടിക്കുന്നു, മരിച്ചിട്ടില്ല, ചെറിയതായിട്ട് ജീവനുണ്ട്. ഉടനെ അദ്ദേഹം ഭാര്യയെടുത്ത് വേറൊരു വാഹനത്തിൽ അടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. കുറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ സ്ത്രീ തിരിച്ചു വന്നു ജീവിതത്തിലേക്ക്, മരണപ്പെട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം അവിടെ എത്തിയില്ലെങ്കിൽ അന്ന് ആ ശവക്കുഴിയിൽ ആ സ്ത്രീയുടെ ശവടക്കുമായിരുന്നു. കുറെ ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ സ്ത്രീ രക്ഷപ്പെട്ടു. അങ്ങനെ ആ കുടുംബം സന്തോഷത്തിലായി, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ ആ സ്ത്രീ ഗർഭിണിയായി. ആ സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരാൺകുട്ടിയാണത്. ആ കുട്ടിയുടെ പേരാണ്, ഞാൻ പറയുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചോണം, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ആ അമ്മ ആ സ്ത്രീ ജന്മം നൽകിയ ഒരു ആൺകുട്ടിയുടെ പേരാണ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജനനം അങ്ങനെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായോ? എല്ലാം തീർന്നു എന്ന് കരുതിയെടുക്കുന്നതിൽ ആ അമ്മയിൽ ജനിച്ച കുട്ടിയാണ് വ്ളാഡിമിർ പുടിൻ. ഇന്ന് ലോകം ഭരിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തികളിൽ ഒരായി മാറാൻ വേണ്ടിയിട്ട് വ്ളാഡിമിർ പുടിന് സാധിച്ചു. ഈ കരച്ചിൽ വരും ഇത് കേൾക്കുമ്പോൾ. വ്ളാഡിമിർ പുടിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു, എല്ലാം തീർന്നു, ഇനി രക്ഷപ്പെടില്ല, എല്ലാം നശിച്ചു, ഇനി ഒന്നുമില്ല എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒന്നും നശിക്കില്ല. ഈ പ്രകൃതി ശക്തി അങ്ങനെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആര് നശിപ്പിക്കാൻ വിചാരിച്ചാലും, തകർക്കാൻ വിചാരിച്ചാലും, തളർത്താൻ വിചാരിച്ചാലും നമ്മൾ തളരില്ല. അതുകൊണ്ട് ആ വ്ളാഡിമിർ പുടിനെ ചരിത്രത്തിൽ നിങ്ങൾ പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു വ്ളാഡിമിർ പുടിനായിട്ട് മാറാൻ വേണ്ടി സാധിക്കണം. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി, നമ്മുടെ ബയട്ടോറിയം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. കളിയാക്കിയവരുടെ മുമ്പിൽ, പുച്ഛിച്ചവരുടെ മുമ്പിൽ ഒരു വ്ളാഡിമിർ പുടിനായിട്ട്, വ്ളാഡിമിർ പുടിൻ ലോകത്തെ ഭരിക്കും പോലെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കണം. അതിലെ രാജകുമാരന്മാരായി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അത് സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന് ചില ഹാബിറ്റ്സുകളിൽ നമ്മൾ മാറ്റം വരുത്തണം, നമ്മളെ സ്വഭാവങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം, നമ്മളെ ബിഹേവിയറിൽ മാറ്റം വരുത്തണം. ആളുകളോട് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടുകൂടി സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അഹങ്കാരം വെടിയണം. അഹങ്കാരം നമ്മളെ നാശത്തിലേക്കാണ്. അഹങ്കാരം കൊടുങ്കാറ്റ് പോലെ നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഹാബിറ്റിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകണ്ട. നിങ്ങളുടെ ഉള്ളിൽ കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളൊരു ഫിയർ ഉണ്ട്, പേടിയുണ്ട്, ഭയമുണ്ട്. അതിനെ വലിച്ചെറിയാൻ വേണ്ടി സാധിക്കണം. നിങ്ങൾക്ക് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം. ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചെറിയാൻ വേണ്ടി സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് നിങ്ങൾ നെഞ്ചിലേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. യു ആർ ദ വിന്നേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്, യു ആർ ദ വിന്നേഴ്സ്, യു ആർ ദ അച്ചീവേഴ്സ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഈ ബയട്ടോറിയം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിലേക്ക് ഡയറക്റ്റ് സെല്ലിംഗിലെ നമ്മുടെ ബയട്ടോറിയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും, ടീമിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും ശക്തിയും മഹാമനസ്സും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയട്ടോറിയം. താങ്ക് യു മനോജ് സാർ, താങ്ക് യു. എല്ലാവർക്കും ഇന്ന് നമ്മൾ ഇറങ്ങിയ മേഖല എന്താണെന്നും, ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ മേഖല എന്താണെന്നും, അതുപോലെ നമ്മളെ ഇറങ്ങിയ ഈ പ്ലാറ്റ്ഫോം, നമ്മൾ ചെയ്യുന്ന ബയോട്ടോറിയം, ആ ഒരു ഫാമിലി എന്താണെന്നും, അതിലെ എങ്ങനെയൊക്കെ വിജയിച്ചു പോകാമെന്നും, എത്രമാത്രം ഒരു നല്ലൊരു ഫാമിലിയിലേക്കാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നും നമുക്ക് വളരെയധികം മനോഹരമായി നമ്മുടെ മനോജ് സാർ പറഞ്ഞു തന്നു. അതുപോലെ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, അല്ലെങ്കിൽ ആ ജോലിയിലുള്ള ഒരു ചെറിയ സൗഹൃദത്തിനേക്കാളും വലിയൊരു മേഖലയിലാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിച്ചെന്നിരിക്കുന്നത് വലിയൊരു ലോകത്തേക്കാണ്. നമ്മളിപ്പോ ഈ സൂമിൽ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്തവരാണ് ഈ കണ്ടുമുട്ടിയിരിക്കുന്നവരെല്ലാവരും. അതുപോലെ നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നതും, അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും, നമ്മളോടൊപ്പം നിൽക്കുന്നവരും, നമ്മളുടെ ലീഡേഴ്സ്, മനോജ് സാറ് തുടങ്ങി നമ്മളുടെ ലീഡേഴ്സ് ആയിട്ട് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഡാൻ സാറ്, അഭിലാഷ് സാറ്, ജോയ് പിക്ചർ സാറ്, വിനോദ് സാറ്,
ഏഴു സാറ്, അങ്ങനെ നമ്മളുടെ ലീഡേഴ്സ് എല്ലാവരും നമ്മളെ ഒരുപാട് അച്ചീവ്മെന്റിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ, നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെ ഈ ഡയറക്ട് സെല്ലിങ്ങില് നമ്മൾ വിജയിച്ചുകൊണ്ട് പോകാം, നമ്മൾ ഇറങ്ങിയ പ്ലാറ്റ്ഫോം, നമ്മള് ചെയ്യുന്ന ഈ ബയോട്ടോറിയം ബിസിനസ്, ഇതെല്ലാം ഒരു സക്സസ് ആയിട്ട് വരും എന്ന് നമ്മളുടെ മനോജ് സാറിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായി. സാറ് ലാസ്റ്റ് പറഞ്ഞ ഒരു കഥ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ കൊള്ളുന്നതാണ്. കാരണം ഒന്നുമില്ലായ്കയിൽ നിന്ന് സാർ അങ്ങനെ വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാറിന് നന്നായിട്ട് പറ്റുന്നുണ്ട്. അതാണ് സാറ് നമ്മൾക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് തരുന്നത്. കാരണം ഒന്നുമില്ലായ്കയിൽ നിന്നും നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ടും ഇത്രയും കേരളത്തിലെ ഈ ബയോട്ടോറിയത്തിന്റെ ഒരു വക്താവായി തുടരുമ്പോഴും നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാറിന് ഒരുപോലെ കഴിയുന്നു. ഇന്നലെയും സാറിന്റെ മീറ്റിംഗിൽ സാറിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോ നമ്മളോടൊപ്പം നിൽക്കാൻ നമ്മളുടെ ലീഡേഴ്സ് എന്നും നമുക്ക് കൂടെയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇതില് നമ്മളും ഒന്നിച്ചിറങ്ങുക, നമ്മൾക്കും ഒന്നിച്ച് വിജയിക്കണം. എല്ലാവർക്കും ഇതുപോലെ വിജയിക്കാൻ കഴിയും. അതിനുള്ള വഴികാട്ടിയായി നമ്മളുടെ ലീഡേഴ്സ് നമുക്ക് ഒപ്പമുണ്ട്. അതുപോലെ നമ്മുടെ സർവേശ്വരനും നമുക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ഈ സൂം പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചതായി